പാലക്കാട് വിദ്യാഭ്യാസ ധനസഹായത്തിനായി പട്ടികവർഗ വിദ്യാർത്ഥികൾ നൽകിയ അപേക്ഷകൾ പുഴയരികിലെ കുറ്റിക്കാട്ടിൽ തള്ളിയ നിലയിൽ. കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിൽ നൽകിയ 15ഓളം അപേക്ഷകളാണ് യാക്കരയിൽ തള്ളിയ നിലയിൽ കണ്ടത്. തുടർന്ന് വിദ്യാർത്ഥികൾ ജില്ലാ കളക്ടർക്കും പട്ടികവർഗ ഓഫീസർക്കും പരാതി നൽകി. വിശദാംശങ്ങൾ ഗോകുൽ VS നൽകും. ഗൂഗിൾ വളരെ കൃത്യമായി ഇവരുടെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും നടക്കുന്നത് ഇതാണ്. ഇത്രയും നികൃഷ്ടമായ പെരുമാറ്റം ആണോ ഇവർ അർഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഇതൊക്കെ പുഴയരികിൽ തള്ളിയതായി കാണപ്പെട്ടത്? മൂത്തി, ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം വിദ്യാർത്ഥികളുടെ ധനസഹായവുമായി ബന്ധപ്പെട്ട അപേക്ഷയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ തള്ളിയതെന്നുള്ളതാണ്. കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസർക്ക് ഇവർ സമർപ്പിച്ച അപേക്ഷകളാണിത്. ചിലത് നേരിട്ടും ചിലത് പ്രൊമോട്ടർ മുഖേനയൊക്കെയാണ് ഇത്തരത്തിൽ സമർപ്പിച്ചത്. ഇതിൽ പ്രധാനമായും ഈ 10ാം ക്ലാസ്സും +2 പാസ്സായ ST വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന് ആവശ്യമായ ഒരു സഹായം, ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അപേക്ഷ നൽകിയത്. ഏതായാലും അത് വളരെ നിരുത്തരവാദപരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. യാക്കര പുഴയ്ക്ക് സമീപമാണിത് ഇങ്ങനെ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് കുറച്ച് ആ വഴി ജോലി ചെയ്ത കുറച്ച് KCB ഉദ്യോഗസ്ഥരാണ് ഈ അപേക്ഷ ആദ്യം കാണുന്നത്. ഏതായാലും ഈ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കളക്ടർ ഈ വിഷയത്തിൽ അന്വേഷിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. സ്വാഭാവികമായും അന്വേഷിച്ചതിന് ശേഷം ഒരു നടപടിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശദീകരണമോ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.